അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയ ഒരു ഇടമാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് 900 കണ്ടി വയനാട്ടിലെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ ഇതാ എൻ ഗോത്ര എന്ന പേരിൽ ഒരു ട്രൈബൽ പൈതൃക മ്യൂസിയം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പൈതൃക മ്യൂസിയമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്നത് കണ്ടോ, വയനാട് ജില്ലയിൽ ആദിമ നിവാസികൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന കുടിലുകൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ആയുധങ്ങൾ, അവരുടെ പണിശാലയിലെ പണിയായുധങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ഈ മ്യൂസിയത്തിലുണ്ട്. പ്രത്യേകിച്ച് പണിയർ, കുറുമർ, കുറിച്യർ തുടങ്ങിയ ഗോത്ര ജനതയുടെ തനത് കലാരൂപങ്ങൾ ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാനും അവ പരിചയപ്പെടാനും അതുപോലെ തന്നെ പഠനത്തിലൊക്കെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് തുടിയാണ്. ഇങ്ങനെ വാദ്യോപകരണങ്ങൾ ധാരാളമുണ്ട്. പല തരം ഉപകരണങ്ങളുണ്ട് അവരുപയോഗിച്ച് വന്നത്. പുല്ലുമേഞ്ഞ കുടിലുകളിലായിരുന്നു അവർ പണ്ട് താമസിച്ചിരുന്നത്. അതിൻ്റെ ഒരു പുതിയ ഫീല് പുതിയ തലമുറയ്ക്ക് പഴയ ജനതയുടെ ആദിമ നിവാസികളുടെ ജീവിതത്തെ തൊട്ടറിയുന്നതിനുള്ള ഒരു മ്യൂസിയം എന്ന നിലയിലാണ് ഇപ്പോൾ എൻ ഗോത്ര ഒരുക്കിയിട്ടുള്ളത്. 900 കണ്ടിയിലാണ്. വളരെ പ്രശസ്തമായ 900 കണ്ടിയുടെ ഗ്ലാസ് ബ്രിഡ്ജിനോട് ചേർന്നാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. നിരവധി കുടിലുകൾ ഇങ്ങനെ ഉണ്ട്. നമുക്കവിടെ കാണാം, അകത്ത് പ്രവേശിക്കാം, അവിടെ തൊട്ടനുഭവിക്കാം. ഇതിൻ്റെയൊക്കെ അനുകൂലമായ ഒരു കാലാവസ്ഥ, നല്ല പ്രകൃതി ഭംഗി. അടുത്തിടെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ആ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ, പൊതുജനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സണ്ണിച്ചേട്ടനാണ് അതിൻ്റെ സംരംഭകൻ. സണ്ണിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നാണ് ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് സമൂഹത്തിൻ്റെ പല തുറകളിൽപ്പെട്ടവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. വലിയൊരു ആഘോഷമായാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്.
എൻഗോത്ര ഇനി വയനാട്ടിലെത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു നവ്യാനുഭവമായിരിക്കും. കാരണം പ്രത്യേകിച്ച് 900 കണ്ടിയിലെ നല്ല കാലാവസ്ഥ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യം നിറഞ്ഞ മേഖല എന്ന നിലയിൽ ഇവിടെയുള്ള ജൈവ വൈവിധ്യം അവയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ധാരാളം പേർ ഇതിനോടകം തന്നെ എത്തുന്ന ഒരു ഇടമാണ് 900 കണ്ടി. ട്രക്കിംഗ് താല്പര്യമുള്ളവർക്ക് ട്രക്കിംഗ് ഉണ്ട്, പലതര കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്, നൈറ്റ് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഏറ്റവും ആകർഷണീയം ഈ കുടിലുകളോട് ചേർന്നുള്ള എൻഗോത്രയോട് ചേർന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജിന് അരികിലാണ് ഈ കുടിലുകളൊക്കെ അത്രയും നിർമ്മിച്ചിട്ടുള്ളത്. തദ്ദേശീയ ജനവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇതിൻ്റെ നടത്തിപ്പൊക്കെ. സണ്ണിച്ചേട്ടനൊക്കെ അതിൻ്റെ സംരംഭം നടത്തിയെങ്കിലും ഇതിൻ്റെ നടത്തിപ്പുള്ളത് തദ്ദേശീയ ജനതയാണ്. അവർക്കൊരു വരുമാന മാർഗം കൂടിയാണിത്. അവരുടെ കലകളെ, അവരുടെ ആചാരങ്ങളെയൊക്കെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇടം. നമുക്ക് വയനാടിൻ്റെ ആദിമ നിവാസികളെ തൊട്ടറിയുന്നതിന് വേണ്ടി, അവരെ അടുത്തറിയുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല കേന്ദ്രമായി, പഠന കേന്ദ്രം കൂടിയാണിത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏത് രീതിയിലാണോ പരമ്പരാഗത രീതിയിൽ അവർ കുടിലൊക്കെ നിർമ്മിച്ചിരുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും നിർമ്മാണം നടത്തിയിട്ടുള്ളത്. തറയൊക്കെ ചാണകം മെഴുകിയ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടിലെ പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് പുല്ല് മേഞ്ഞ കുടിലുകളാണ് എല്ലാം തന്നെ. മരങ്ങൾക്കിടയിലാണ് ഉള്ളത്. ചോലവനത്തോട് ചേർന്ന ഒരു പ്രദേശമാണ്. സ്വകാര്യ ഭൂമിയാണെങ്കിലും വനത്തിൻ്റെ ഒരു ഫീൽ ഇതിൽ കിട്ടും. തൊട്ടടുത്തൊരു അരുവി ഒഴുകുന്നുണ്ട്, നല്ല ശുദ്ധജലമുണ്ട്, ശുദ്ധവായുവുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ആകർഷണീയമായ മനോഹരമായ ഒരിടം 900 കണ്ടി. ആ 900 കണ്ടി എന്ന ഭൂപ്രദേശം ഇപ്പോൾ പുതിയൊരു രീതിയിൽ പ്രശസ്തമാവുകയാണ്. അതാണ് എൻഗോത്ര. എൻഗോത്ര പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗോത്ര ജനതയുടെ എല്ലാ രൂപങ്ങളും, എല്ലാ തനത് വിഭവങ്ങളും ഉൾപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്, ഒരു സങ്കേതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജ് ഒരുപക്ഷെ സന്ദർശിച്ചവരുണ്ടാകാം മുമ്പൊക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിച്ചവർക്ക് വീണ്ടും ഇവിടെ വരാവുന്നതാണ്. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാം, എൻഗോത്രയെ പരിചയപ്പെടാം. ധാരാളം സഞ്ചാരികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, കേരളത്തിൽ പുറത്തു നിന്നും, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മനോഹാരിത നമ്മൾ പിന്നെ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അനുഭവിച്ച ധാരാളം ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാകും. ഇത്ര മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് ഇത് നിലകൊള്ളുന്നത്. 2019 നമ്മൾ ഒരുക്കിയത് ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിനോടനുബന്ധിച്ച് മറ്റ് കുറേ സംരംഭങ്ങളും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എൻഗോത്ര എന്ന പേരിൽ ഒരു ആദിവാസി ഗോത്രം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ ഇപ്പം ആദിവാസികളുടെ തന്നെ ചെറുതലമുറയ്ക്ക് അറിയില്ല എന്താണ് അവരുടെ ഭക്ഷണ രീതി, എന്താണ് അവരുടെ ഡ്രസ്സിങ്, എങ്ങനെയാണ് അവർ കാട്ടിൽ ജീവിച്ചിരുന്നതെന്നൊന്നും ഇപ്പോഴത്തെ ചെറിയ തലമുറയ്ക്ക് അറിയില്ല. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഡ്രസ്സിങ് തന്നെ കണ്ടാൽ നമുക്ക് പോലും തിരിച്ചറിയാൻ മേലാത്ത പോലെ അവർ മാറിയിട്ടുണ്ട്. എന്നാൽ അത് ആ പൈതൃകം കൈവിടാതെ നമ്മൾ അതിനെ ഇവിടെ ആവിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് അല്ലെ ടൂറിസ്റ്റുകൾക്ക് ഇത് മനസ്സിലാക്കാനും കാണാനും അവരുടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനും അവരുടെ ജീവിത രീതികൾ, അവരുടെ കോസ്റ്റ്യൂംസ്, അങ്ങനെയുള്ള ഇതുകൂടെ ആ കോസ്റ്റ്യൂം ധരിച്ചുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാനായിട്ട് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം കൂടെ നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമെങ്കിൽ ആ ഹട്ടിൽ രാവിലെ 6 മണി വരെ, വൈകുന്നേരം 8 മണി മുതൽ രാവിലെ 6 മണി വരെ താമസിക്കാനുള്ള സൗകര്യം കൂടെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫുൾ എക്സ്പീരിയൻസ് ആകും എങ്ങനെയുണ്ടെന്ന്. ഇപ്പം അവരുടെ മാത്രം ഏകദേശം 17 വെറൈറ്റി കാട്ടുകിഴങ്ങുകൾ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ അവിടെ വരുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്.